അസ്സലാമലൈക്കും. നമ്മളെ ചാനലൊന്ന് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. അങ്ങനെ സുലൈഖ തൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പുറത്തെ കാഴ്ചകൾ കാണുന്നൊരു കൊച്ചു കുട്ടിയെ പോലെ അവൾ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. പക്ഷേ മനസ്സവിടെ ആയിരുന്നില്ല. എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതായിരുന്നു. ഹലോ, ടിക്കറ്റ് എടുത്തോ? പെട്ടെന്നുള്ള കണ്ടക്ടറുടെ ചോദ്യം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ആ ചേട്ടാ, എടുത്തു. പിന്നെ ചേട്ടാ, ഞാൻ പറഞ്ഞ സ്ഥലം എത്തുമ്പോൾ ഒന്ന് പറയണേ. ആ കുട്ടി, ഇത് എത്രാമത്തെ പ്രാവശ്യ ഈ പറയണേ? ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പിലത്തെ സ്റ്റോപ്പ് എത്തിയ കുട്ടിയെ വിളിക്കാം കേട്ടോ. അവൾ വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും മനസ്സ് വീണ്ടും അവിടേക്ക് തന്നെ ഓടിപ്പോവുകയാ. സുലൈഖ ഒരു നെടുവീർപ്പിട്ടു. പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാകുമോ? ഇനി എന്നെ കാണാനിട്ട് ഫൈസിക്ക അന്വേഷിക്കുന്നുണ്ടാകുമോ? അതൊക്കെ ഓർത്തപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. വേണ്ട, ഇനിയൊന്നും ഓർക്കണ്ട, മതി. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും പിന്നെയും പിന്നെയും ഓർത്തു പോവുകയാ. റബ്ബേ, എല്ലാം മറവേ തരണേ. ഇനി അതൊന്നും ഓർക്കാനുള്ളൊരിത് എനിക്ക് തരില്ലേ. അവൾ കണ്ണു തുടച്ചു. ഇല്ല, ഇനി ഞാൻ കരയില്ല, മതി. അവൾ വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടു. പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെ മാനം കറുത്തത്. നല്ല കാറ്റും മഴയും. സൈഡ് സീറ്റിലിരുന്ന സുലൈഖയുടെ മുഖത്തേക്ക് നല്ല മഴത്തുള്ളികൾ തെറിച്ചു. എല്ലാവരും വേഗം ബസ്സിന്റെ വിൻഡോ ഷട്ടറൊക്കെ ഇട്ടു. കാലം തെറ്റിയ പെയ്ത്തേ, ബാക്കിലിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു. സുലൈഖ ഓർത്തു, ശരിയാ, ഇപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഒരു കാലത്തും ആർക്കും സംഭവിക്കാൻ പാടില്ലാത്തതല്ലേ എൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത്. അവളൊന്ന് നെടുവേർപ്പെട്ടു. കുറച്ചുകൂടി ദൂരെ ഓടിയപ്പോൾ മഴയൊക്കെ കുറഞ്ഞു. ദേ കുട്ടി, ഇയാൾ പറഞ്ഞ സ്ഥലം അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ. കണ്ടക്ടർ പറഞ്ഞത് കേട്ട് സുലൈഖ ഒന്ന് ചെറുതായി ഞെട്ടി. എത്തിയോ? അവൾ പുറത്തേക്ക് നോക്കി. ഇനി ഞാൻ ജീവിക്കാനുള്ള സ്ഥലം, ഒന്നും അറിയാത്ത നാട്, ആരെക്കുറിച്ചും അറിയില്ല. പഠിച്ചോനെ, എല്ലാം നീ ഹൈറിലാക്കണേ. സ്ഥലമെത്തിയപ്പോൾ അവൾ എഴുന്നേറ്റു. അവളുടെ കുഞ്ഞു ബാഗുമായി അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി. അവൾക്ക് ആകെ ഒരു പേടി തോന്നിയിരുന്നു. അറിയാത്ത സ്ഥലമല്ലേ, അതും ഒറ്റയ്ക്ക്. അവൾ ഉപ്പ തന്ന അഡ്രസ്സ് കയ്യിലെടുത്ത് നടത്തം തുടങ്ങി. ഇടറുന്ന കാലുകളോടെ അവൾ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തു. അതേസമയം പഠിച്ചോനെ, ഇത് എന്തൊരു മഴയാ! പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു മഴ. മുറ്റത്തൊക്കെ കുറേ ഡ്രസ്സൊക്കെ അയലിൽ ഇട്ടിട്ടുണ്ട്. കല്യാണത്തിനുള്ള വിറകും ഉണ്ട്. ആ പെണ്ണ് ഇതൊക്കെ എടുത്ത് വെക്കുവോ? കാറിലിരുന്നു കൊണ്ട് ആമിനുമ്മ തെറുവിറുത്തു. ഐസി വേഗം വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അവൻ ആകെ തളർന്നു. അവൻ മാത്രമല്ല, എല്ലാവരും തളർന്നു. ടെക്സ്റ്റൈൽസിലും മാളിലും അതുപോലെ ഫാൻസി വാങ്ങാനും എല്ലാം കയറി ഇറങ്ങി എല്ലാവരും ഒരുവിധം ക്ഷീണിച്ചു. എല്ലാവർക്കും എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായി. ഫൈസി, ഞങ്ങളെ ഇവിടെ ഇറങ്ങാട്ടോ, പിന്നെ നാളെ രാവിലെ അങ്ങോട്ടേക്ക് എത്താം. ഇവിടെ അവിടെയും കല്യാണം ആയില്ലേ, അതിൻ്റെ തിരക്കാ ഇനി. ഓ, ആരിഫ പറഞ്ഞു. ശരി താത്ത, എന്നങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ ഞങ്ങൾ പോകാട്ടോ, ഒന്നും വയ്യ, നല്ല ക്ഷീണമുണ്ട്. വേഗം വീട്ടിലേക്ക് എത്തണം. ആ, നിങ്ങൾ പോയിക്കോ. ശരി ഉമ്മ, എന്നാ ഞാൻ രാവിലെ എത്താട്ടോ. ആ മോളെ, എന്നാ ശരി. പൈസ കാറിൻ്റെ സ്പീഡ് കൂട്ടി. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി കടന്നാൽ മതിയായി എന്നവന്. വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ കാറെത്തി. ഹോൺ അടിച്ചിട്ട് ആരും ഗേറ്റ് തുറക്കുന്നില്ല. സഹിക്കിട്ട് അവൻ തന്നെ എഴുന്നേറ്റ് തുറന്നു. എന്താ ഇവിടെ ഈ വീട്ടിലെന്താ ലൈറ്റും വെട്ടം ഒന്നും ഇല്ലാത്തതുപോലെ?
ദേ മുറ്റത്തുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, എല്ലാം നനഞ്ഞിട്ട്. ഈ പെണ്ണ് ഇതെവിടെ പോയി കിടക്ക? അല്ലെങ്കിൽ അവളെ എന്തിനു കൊള്ളാം, 3 നേരം തിന്നാനല്ലാതെ. ആമിനമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സുലൈക്ക, ഏടി സുലൈക്ക, നീ ഇതെവിടെയാ? വീടിന്റെ വാതിൽ തള്ളി തുറന്ന് ആമിനുമ്മ ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു. സുലൈക്ക, നിനക്കത് ചെവി കേൾക്കുന്നില്ലേടി? എവിടെ പോയി പെണ്ണ്? വിളിച്ചാലും കേൾക്കില്ല, ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ആരുമില്ലല്ലോ. അതേസമയം ഫൈസി കാറ് പാർക്ക് ചെയ്ത് ഡിക്കിയിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വെച്ചു. ഉമ്മ, ദേ സാധനങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ അവളോട് പറഞ്ഞേക്ക് എടുത്തു വെക്കാൻ, സുലൈക്കാനോട്. ഞാനൊന്ന് പോയി കിടക്കട്ടെ, എനിക്കൊന്നും വയ്യേനു. ഫൈസി, നിനക്കൊന്ന് നാണമുണ്ടോ? നിന്റെ 2ാം കെട്ടിന്റെ സാധനങ്ങളൊക്കെ ആ പെണ്ണിനെ കൊണ്ട് എടുപ്പിക്കാൻ. ഇത്ര കൊഴുപ്പില്ലാത്തവനായോ നീ? സുഹറത്ത പരിഹാസത്തോടെ ഫൈസിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളുടെ അങ്ങനെയുള്ള വർത്താനം കേട്ടതും ഫൈസിയും ഒന്നവിടെ നിന്നുപോയി. അതേസമയം സുഹറയുടെ സംസാരം കേട്ട് അപ്പുറത്തിരുന്ന ആമിനുമ്മ ഓടി വന്നു. ഇജ്ജ് ഇതുവരെ പോയില്ലേ? ഇജ്ജല്ല നേരത്തെ പോകുന്നെന്ന് പറഞ്ഞത്? എന്ത് പറ്റിയേ? ഞാൻ വിചാരിച്ചു നീ നേരത്തെ പോയിട്ടുണ്ടാവുന്നല്ലേ. ഇവിടെ കൂടാനോ? അതായിരിക്കുമല്ലേ. ഇവിടത്തെ സുഖമൊന്നും എന്തായാലും നിന്റെ കെട്ടിയോന്റെ വീട്ടിലൊന്നും കിട്ടൂലോ. ഇവിടെ കിട്ടുന്ന സുഖം വേറെ എവിടെ കിട്ടാനല്ല സുഹറ. അതുകൊണ്ടായിരിക്കും നീ ഇവിടെ നിൽക്കുന്നതല്ലേ. ആയിക്കോട്ടെ, ഇജ്ജ് ഇവിടെ നിന്നു. ആമിനമ്മയുടെ പരിഹാസം കേട്ട് സുഹറയ്ക്ക് ശരിക്ക് ദേഷ്യം വന്നു. ഉമ്മയ്ക്ക് ആള് മാറിപ്പോയി ഉമ്മ. ഇത് ഞാൻ ആരിഫയല്ല, സുഹറയാ. ഉമ്മക്ക് തെറ്റി. എൻ്റെ പേര് സുഹറ എന്നാ. ഉമ്മ അത് മറന്നുപോയോ? പിന്നെ ഞാനിവിടെ നിന്നത് എന്തിനാണെന്നറിയണ്ടേ? ഞാൻ എൻ്റെ ഉപ്പാനെ കൊണ്ടുപോവാൻ നിന്നതാ. പിന്നെ സുലൈക്ക, അവളിവിടെ ഇല്ലല്ലോ. പിന്നെ ആര് ഈ പാവത്തിനെ നോക്കാനാ? അവള് നോക്കുമ്പോൾ ഈ ലോകത്ത് ഒരാളും നോക്കില്ല. അവളിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പാവത്തിന് ഒരു പച്ച വെള്ളം കിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊക്കെ കല്യാണ തിരക്കല്ലേ. ഒരുത്തൻ്റെ 2ാം കെട്ട്, അതും നോക്കി ഇരിക്കുന്നതല്ലാതെ ഈ പാവത്തിന് ആരെങ്കിലും ഒന്ന് നോക്കുമോ? ആ പാവം സുലൈക്ക ഉണ്ടായിരുന്നപ്പോഴല്ലേ എൻ്റെ ഉപ്പാക്ക് വെള്ളം കിട്ടും. അവളിപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉപ്പാനെ കൊണ്ടുപോകാൻ നിന്നതാ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഇവിടുത്തെ സുഖം കണ്ടു നിന്നതൊന്നുമല്ല. നിങ്ങൾ വന്നിട്ട് പോകാം എന്ന് കരുതി. നിങ്ങളെ കാത്തിരുന്നത് എൻ്റെ മര്യാദ. പിന്നെ എൻ്റെ ഉപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ ഇത്. അതിങ്ങനെ തുറന്നിട്ടിട്ട് പോകണ്ട എന്ന് കരുതി, അതാ. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെയല്ല. എന്താ പറഞ്ഞത്? സുലൈക്ക? സുലൈക്ക എവിടെ പോയിന്ന് പറ. എവിടെ പോയി അവൾ എവിടെ പോകാനാ? നീ എന്തൊക്കെയാ പറയുന്നത് സുഹറ? താത്ത എന്താ ഇപ്പൊ പറഞ്ഞത്? സുലൈക്ക എവിടെ പോയിന്നാ? അവളെവിടെ ഇല്ലേ? രണ്ടുപേരുടെയും മുഖത്ത് ആ ഒരു അത്ഭുതം പ്രകടമായി കണ്ടു സുഹറ. എടി സുലൈക്ക, രണ്ടുപേരും ഒന്നിച്ചു വിളിച്ചു. പക്ഷേ യാതൊരു പ്രതികരണവും അവർക്ക് കിട്ടിയില്ല. സുലൈക്ക എവിടെ എത്തിയെന്നറിയണ്ടേ? അതിനായി അടുത്ത ഭാഗം കാണണേ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് വരാം. അസ്സലാമു അലൈക്കും.